വളരെ മികച്ച ഒരു കയറ്റമാണ് ഗൈസ്. വളരെ നല്ലൊരു കയറ്റമാണ്. വളരെ വൃത്തികെട്ട ഒരു കയറ്റമാണ്. അത് മറ്റേ ഇതോടെ എത്തിന്. അയ്യോ നല്ല സുന്ദര നമ്മളെ നാട് കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ബിഗ് നഴ്സറിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ബിഗ് നഴ്സറി കണ്ട് മടുത്തായിരിക്കും. ആദ്യമാകുന്നതിന് മുന്നേ വന്നു. കല്യാണം കഴിഞ്ഞിട്ട് വന്നു, ഗർഭിണിയായിട്ട് വന്നു, കുട്ടീനെയും കൊണ്ടുവന്നു. നാളെ എൻ്റെ കല്യാണത്തിന് വരെ ഗൈസ്. നമ്മൾ അന്ന് വന്നൊരു താമര ഉണ്ടായിരുന്നു. താമരല്ല, ആമ്പൽ. ഹായ് ഗായ്സ്. പറ കുറച്ചും കൂടി വലുതാട്ടെ ചക്ക. സീനാണ്. സൺ കിസ്സസ്. സൺ ആടെ ഇത്ര വരെ വീഡിയോ എടുത്ത് തന്നു. ഓണാക്കിയിട്ടില്ല. എങ്ങനെയുണ്ട്? ഹലോ ഗായ്സ്, അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയാലോ. നമുക്ക് വിചാരിച്ചു എന്തായാലും ബ്ലോഗ് എടുക്കാം, ഒരു ഈവനിങ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് നടന്ന് ഇങ്ങോട്ട് എത്തിയാലോ പിന്നെ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതു ബാഗിലാണ് ഗൈസ്. നന്ദു പൊന്നു എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരുങ്ങിക്കെട്ടി വന്നാണ്ടായിരിക്കും ഒരു കല്യാണത്തിന് പോകുന്ന. നമ്മളെ റോഡെല്ലാം റെനോവേറ്റ് ചെയ്തു ഗൈസ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ അന്ന് ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ റോഡല്ല, അന്ന് കാണിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചതാണ് ഗൈസ്. ഹൈടെക് റോഡായി. റോഡിൽ കടന്നുറങ്ങാം. നമ്മളെ ബിഗ് നഴ്സറിലേക്ക് പോകുന്ന വഴിയാണ്. കുറേ പിള്ളേരുണ്ടല്ലേ, കണ്ടോ? അതിലൂടെ പോകണ്ട, അതിലൂടെ കയറാൻ ഭയങ്കര പാടായിരിക്കും. അമ്മ എല്ലാം കണക്ക് തന്നെ അല്ലേ? അതിലൂടെ തന്നെ പോവാം ഗൈസ്. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് എല്ലാവർക്കും ലീവ്. അങ്ങനെ ഇറങ്ങിയതാ. എൻ്റെ മോനെ കണ്ടോ? കൃത്യമായിട്ട് ക്യാമറയിൽ ആള് തിരക്കിലാണ് ഗൈസ്. നല്ല രസമല്ലോ. നമ്മുടെ നാട്ടിലിപ്പം നല്ല ചൂടാണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോ, മഴയുണ്ടോ? പണ്ടാറ സൂര്യൻ ഇത്ര സമയം പോകാനായിട്ടില്ല. സമയം 5 മണി ആയിട്ടായി, 5:30 ആയിട്ടേ. എന്നിട്ട് സൂര്യൻ സ്റ്റിൽ മറച്ചിട്ടുണ്ട്. ഭയങ്കര ചൂട്. നന്ദു കൂടെ മൾബറി പറിക്കാൻ പോയി. മൾബറിയാ? കറുത്ത മണ്ണാണേ. സണ്ണ കിസ്ഡ്. നല്ല മധുരമുണ്ട്. മൾബറി സൂപ്പറാണ്. നല്ല വെയിലുണ്ടല്ലേ, നല്ല കളറുണ്ടല്ലേ. അടിപൊളി നോക്കിയതാണ്. ഞങ്ങൾ തിരിഞ്ഞിരുന്നു ഗായ്സ്. നമ്മളെ കഴി തിരിഞ്ഞിരുന്നിട്ടുണ്ട്. കാഴ്ച കണ്ടു പോകണം. കുട്ടി ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല. കണ്ടോ? മലകൾ കണ്ടോ, മരങ്ങൾ കണ്ടോ? കേൾക്കും. വേണ്ടായിരുന്നു, മറ്റേതിലൂടെ തന്നെ വന്നാൽ മതിയായിരുന്നു ഗൈസ്. ഭയങ്കര കയറ്റമാണ്. കയറ്റത്തിനെ കുറിച്ച് 2 വാക്ക് പറയൂ. കയറ്റത്തിനെ കുറിച്ച് 2 വാക്ക് പറയൂ. കേരളത്തിനെ കുറിച്ചാ? കയറ്റത്തിനെ കുറിച്ച് ഇത് വളരെ മികച്ച ഒരു കയറ്റമാണ് ഗൈസ്. വളരെ നല്ലൊരു കയറ്റമാണ്. വളരെ വൃത്തികെട്ട ഒരു കയറ്റമാണ്. അത് മറ്റേ ഇതോടെ എത്തിന്. അയ്യോ ദിവസങ്ങൾക്ക് ശേഷം കുളിച്ചു ഗൈസ്. മുടിയെല്ലാം നനഞ്ഞിട്ടാ. ഇവിടെ എന്നാ മണ്ണെല്ലാം എടുത്തിന്. ഓരോരുത്തർ വരുന്ന ഇമ്പ്രൂവ്മെന്റ്. വേണാമോ നീ? ചെമ്പടത്തി വേണോ? ചെമ്പടത്തി കുറച്ചും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ. ഇപ്പൊ വളർന്നില്ല കുട്ടി. നടക്കാനാവും. പിന്നെ നമ്മള് വിറ്റാമിൻ ഡി
കൊള്ളുകയാണ്. അതിന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ എന്തോ വരുന്നുണ്ടണേ, ഇവിടെ നിന്ന് ഇങ്ങനല്ലേ. ഓ ഡെവലപ്മെന്റ്, വികസനം വികസനം. നല്ല രസമുണ്ടല്ലേ. നമ്മളെ നാട് കണ്ടു ഗൈസ്. ഒന്ന് ഫോട്ടോ എടുത്താലോ? അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ബിഗ് നേഴ്സറിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ബിഗ് നേഴ്സറി കണ്ട് മടുത്തായിരിക്കും. ആദ്യമാകുന്നതിന് മുന്നേ വന്നു, കല്യാണം കഴിഞ്ഞിട്ട് വന്നു, ഗർഭിണിയായിട്ട് വന്നു, കുട്ടീനെയും കൊണ്ടുവന്നു. നാളെ എൻ്റെ കല്യാണത്തിന് വരെ ബിഗ് നേഴ്സറി തന്നെ താരം. അതോട്ട് അമ്മ ഇതെന്തു നീ പറയും? മോൻ മറ്റേ എന്നാ ഇതെന്നാ സംഭവം ഇതുവരെ ഇങ്ങനെ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് അല്ലേ അതും ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്നല്ല, പൊതിഞ്ഞിട്ടല്ലാണ്ട്. അല്ലെങ്കിൽ മറ്റേ ആശുപത്രി പോകുമ്പോഴല്ലേ പുറത്തേക്ക് ഇറക്കുള്ളൂ. ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന ഫസ്റ്റ് ഔട്ടിങ്. അല്ലേ അതോ കാഴ്ച കാണുന്ന തിരക്കിലാണ്. സോറി, മൈൻഡാക്കാൻ സമയമില്ല. മൈൻഡാക്കാൻ സമയമില്ല. നമുക്ക് മറ്റേ ഫോട്ടോ ഈ ഫോട്ടോ കൂടി ഇടാം. ഗൈസ്, നമ്മൾ ദ ബിഗ് നഴ്സറിയിൽ എത്തിയിരിക്കുന്നു. ഫോട്ടോ ഉണ്ടോ? ഗൈസ്, നമ്മൾ അന്ന് വന്നൊരു താമര ഉണ്ടായിരുന്നു. താമരല്ല, ആമ്പൽ. ഇന്നൊരു ആമ്പലുണ്ട് ഗൈസ്. നീലത്താമരയാണ്. നമുക്ക് അങ്ങനെ വിളിക്കാം. ഫോട്ടോ നല്ല ക്യാമറ വേണം. സാധനം പോയോളി. അന്നലെ അഞ്ഞിരിച്ചിന് ഉറുമ്പ് കടിച്ച ഞമ്മളെല്ലാരും കേട്ടിട്ടില്ലേ? ഇതളിഞ്ഞും പിടിച്ച് വലിച്ചു കയറ്റി. അന്ന് വന്നാലും ഇതളുണ്ടേനു, ഞാൻ ഉണ്ടായിട്ടില്ല. പിന്നെ വന്ന് തറേണ്ട സമയത്ത് അതിനെ തറക്കാങ്ങാനോ ഇതള് ചക്ക. വലിയ ചക്കയുണ്ട് ഗൈസ്, വലിയ ചക്ക. ഇതാണെന്ന് പറയും. വിളിച്ചാട്ടെ ആദ്യമായിട്ട് പുറത്തിറങ്ങി. ഞാനും വന്നു ഗൈസ്. എല്ലാം വൃത്തിയാക്കി. നടിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മഴേൻ്റെ സമയം തോന്നല്ലേ? മാങ്ങ പാമ്പുരെ കണ്ട ഇങ്ങനെ അടിച്ചിട്ട് ആടുന്നു. ഞാൻ പറഞ്ഞു അല്ലെ മേലെ പാമ്പ് അവിടെ കഴിഞ്ഞ വ്ലോഗിന്റെ ഹൈലൈറ്റ് അതിന് പാമ്പിനെ കണ്ട് പേടിച്ചോടിയാ. അങ്ങ് കൊണ്ടേ ഇങ്ങോട്ടനെ സാധനം മാറ്റാന്ന്. പായസം നാച്ചുറൽ.
ഇത് മാങ്ങ തിന്നോ തന്നെ നാച്ചുറൽ ഫ്രൂട്ട് ഐസ്ക്രീം അല്ല ഞാൻ സദ്യയാണ് ഓക്കെ ഗായ്സ് നമ്മൾ അടുത്ത സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടെ. അതോടെ മതിയായിരിക്കും. ഇതെന്ന് ഇവരെല്ലാം തിന്നുന്നേ. അത് നോക്കിയാ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ നല്ലത്. അത് സേ സംതിങ്. ഹായ് ഗായ്സ് പറ. കുറച്ചും കൂടി വലുതാട്ടെ ചക്ക. സീനായിരിക്കും. ഇപ്പോഴേ പ്രാക്ടീസാ. മറ്റു സാധനം എടുത്തു. സോറി, എനിക്ക് 6 വയസ്സ് തരുന്നില്ല. ഞാൻ കുറച്ച് കൈ തിന്നാന്ന്. ഓക്കെ ബൈ. അങ്ങനെ എൻ്റെ പോയതിന് ശേഷം ഞാൻ ടാപ്പ് ചെയ്യാൻ തുടങ്ങി. ഗൈസ്, ഇത് ഫിൽറ്റർ കോഫിയാണ്. ഇത് കട്ട്ലേറ്റ് ആണ്. തിന്നാളാണ്. വീഡിയോ എടുക്കും. അതിൻ്റെ മറ്റേ ഗൈസ്, അങ്ങനെ അവിൽ മിൽക്ക് ഷേക്ക് വന്നിരിക്കുന്നു. എന്തോ അതായിട്ടില്ല അവിൽ മിൽക്ക് എന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ട്? സൂപ്പർ. സൂര്യൻ്റെ മുഖത്തടിക്കുന്നു പൊന്നു. സൺ കിസ്സസ്. സൺ. അത് വേറെ മൂഡില്ലാന്ന്. ഏതോ ഒരു ചിന്തയിലാണ്. വാ, കഴിഞ്ഞില്ലേ? പോവാ. ആടെ ഇത്ര വരെ വീഡിയോ എടുത്തു തന്നു. ഓണാക്കിയിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ല കാറ്റ്. നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ് പോയി. കാറ്റിന് നമ്മൾ സൺസെറ്റ് ആടെ ഇത് റീലെടുക്ക് ഗൈസ്. അപ്പൊ നമ്മള് തിരിച്ചു പോകുന്നതാണ്. ലേറ്റായി. സൂര്യേട്ടൻ വരെ പോയി ഗൈസ്. നമ്മളെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടോ? ഫുള്ള് പച്ചപ്പ് മാറി. ഫുള്ള് പച്ചയായിരുന്നു അല്ലേ? ഇനി വരുമ്പോ വരണ്ട് പോയി. പിള്ളേർ ഇരുന്ന് കളി നിർത്തിയിട്ടില്ല. ഞാൻ കളി സ്ഥല പിള്ളേരോട് പറയാം. അടി കിട്ടാണ്ട് പറ്റി ഉണങ്ങി വരണ്ട്. ഉച്ചക്കാണെങ്കിൽ വെയിലോണ്ട് വരാൻ പറ്റില്ല. 5 മണി വരെ. അത് കഴിഞ്ഞാൽ ഇരുടും. ശുഭം. പിള്ളേർ കളിക്കുന്നുണ്ട്. മുടി അറിയാ അതൊരു ഞാൻ നടക്കണം. അവൻ നിൽക്കുമ്പോ പ്രശ്നം. കാഴ്ച കണ്ട് നടക്കണം. അവിടെ എത്തിപ്പോയി. എന്റെ മോളെ പൊടി നോക്കിയാ ചെക്കൻ്റെ മുഖം പൊത്തി കട്ടാക്കട്ടെ.